അപ്പ കണ്ട കല്യാണ പെണ്ണ് വന്ന് നിൽക്കുന്ന വരവാ. ഈ ചെക്കന്റെ അച്ഛൻ എന്നെ 5 തവണ വിളി കഴിച്ചു. നീ ഈ കോലത്തിൽ നിന്ന് കാര്യങ്ങൾ നടക്കണം എങ്ങനെയാണ്? അയ്യോ നിങ്ങൾ വിഷമിക്കണ്ട, അയാൾ എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. അമ്മ അങ്ങേർക്ക് വഴി തെറ്റിയതാ അമ്മേ. ആണോ? ഇപ്പൊ എത്തുവന്ന്. ഇപ്പൊ വരുമോ? ആ വരും. എല്ലാരും കട്ട വെയിറ്റിംഗ് ആണല്ലോ. ഒരു 10 മിനിറ്റ് എനിക്ക് തരണം കേട്ടോ. എന്തിനാ? ആദ്യത്തെ കട്ട ഇട്ടതേ ഉള്ളൂ. ഇനി 2 പുട്ടിയും കൂടി വേറെ ഇടാം. അല്ല ഇനിയുണ്ടോ പുട്ടി? പുട്ടിയോട് പുട്ടി ഇടാണ്ട് എല്ലാം കൂടെ നികത്തി എടുക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് എന്നെ കൂടെ ഒന്ന് മികപ്പെടുന്നേ. സവാള അരിയാൻ വന്നോ നിങ്ങൾക്ക് എന്തിനു പൊട്ടി കേട്ടോ. നീ ഇവിടെ മേക്കപ്പിനൊന്നാണോ അല്ലെങ്കിൽ പുട്ടി പെയിന്റിങ്ങിനൊന്നാണോ എനിക്ക് മനസ്സിലാവണല്ലോ. അരി ഇടട്ടെ ഇനിയെങ്കിലും. നീ ഇതേവരെ അരിയിട്ടില്ല. അരിയിട്ടില്ല, അരി പറഞ്ഞിട്ടല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. എടാ പോയി അരിയിടറാ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. അങ്ങോട്ട് നോക്കിക്കാതെ ക്യാമറ വന്നു. എന്തിനാ ഇപ്പൊ ക്യാമറ ഡാൻസ് ഒക്കെ? ക്യാമറ ഡാൻസ് അല്ലേ ക്യാമറമാൻ വിളിച്ചവരെല്ലാവരും വന്നു. ഇവള് മാത്രം ഒരുങ്ങിയിട്ടില്ല. ഇവിടെ ആരും റെഡി ആയില്ലേ ഇത്ര സമയമായിട്ട്? ഇപ്പൊ പെണ്ണിപ്പോ റെഡിയാവും. റെഡിയാവും. പെണ്ണ് റെഡി ആവുന്നു. പെണ്ണ് എവിടെ? പെണ്ണിനെ വിളിച്ചേ. എനിക്ക് 1-2 ഷോട്ട്സ് എടുക്കാനുണ്ട്. അല്ല സാരി വന്നിട്ടില്ല. സാരി മേരിയൊക്കെ ബന്ധുക്കളല്ലേ, അവരങ്ങ് കല്യാണ മണ്ഡപത്തിലോട്ട് വരും. നിങ്ങൾ പെണ്ണിനെ വിളിക്കേ. അതല്ലെന്ന്, പിന്നെ അവള് ഓൺലൈനിൽ ഒരു സാരി വരുത്തിയിട്ടുണ്ട്. അതിങ്ങ് വന്നിട്ടില്ല. കല്യാണ സാരി അതേ ഉടുക്കത്തുള്ളന്ന് ഒരേ നിർബന്ധം. ഓ ആ ശരി ശരി ശരി. ക്യാമറമാനോട് ഞാൻ ചോദിക്കണം എന്ന് വെച്ചിരിക്കുകയാണ്. എന്താ ക്യാമറ ചോദിക്കരുത്? ഇത് അറിയത്തില്ല. ഇത് മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ. കുട്ടിക്കാലം തുടങ്ങിയുള്ള എന്റെ ഒരു സംശയമാണ്. എന്ത് സംശയമാണ്? ഈ ക്യാമറയുടെ ലെൻസ് റൗണ്ട് ആയിട്ടല്ലേ ഇരിക്കുന്നത്? അത് റൗണ്ടാണ്. പക്ഷെ ഇതിന്റെ അകത്തെ കൂടെ ഫിലിം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫിലിം ചതുരത്തിലല്ലേ കാണുന്നത്. എന്താണ് അതിന്റെ കുട്ടൻസ്? അതറിയില്ല. ഇല്ല അതറിയില്ല. ഇല്ലെന്നേ എനിക്കും അറിയില്ല. പിന്നെ ഞാൻ എന്താ ഈ പുള്ളിക്കാരനെ തന്നെ ഈ കല്യാണ വർക്കം ഏൽപ്പിച്ചെന്ന് കൊച്ചാട്ടൻ അറിയാവോ? ഇല്ല. ആ നമ്മുടെ നാരായണൻ കുട്ടിച്ചേട്ടന്റെ മോടെ കല്യാണത്തിന്റെ കാസറ്റ് കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. അയ്യോ അതൊന്ന് കാണണ്ടത് കേട്ടോ. കുച്ചേട്ടൻ എന്തു ഈ പറയുന്നത്? ഈ ഒരു ചെലന്തി വല, ആ ചെലന്തി വല ഇങ്ങനെ വകഞ്ഞു മാറ്റി അതിങ്ങനെ സൂം ചെയ്ത് വരുമ്പോ പെണ്ണിന്റെ കഴുത്തലോട്ട് ചെറുക്കൻ താലി കിട്ടുക. അതാ കാണുന്നത്. ആ അതിൽ നിന്ന് ഇയാൾ ഉദ്ദേശം എന്താന്ന് കൊച്ചാട്ടന് മനസ്സിലായോ? ഇല്ല. ഈ പെൺകുട്ടി ഒരുപാട് കെട്ടുപാടുകളിൽ കിടന്നിങ്ങനെ നരകിക്ക് വരുന്നു. അതിൽ നിന്നൊരു മോചനം എന്നുള്ള നിലയ്ക്ക് ഈ ചെറുക്കൻ താലി കെട്ടിയപ്പോഴത്തേക്ക് ഇവൾ അങ്ങ് സ്വതന്ത്രയായി. ഭയങ്കരമാട്ടോ. ഇതെങ്ങനെ നിങ്ങൾ ഷൂട്ട് ചെയ്തു ആ താലി കെട്ടുന്നത് ചെലന്തി വലയുടെ കൂടെ? ഞാനും ആ തള്ളക്ക് പ്രാന്താണ്. ലോക്ക്ഡൌൺ സമയത്ത് ഇത് ചെലന്ത വില കെട്ടിയിരിക്കുമായിരുന്നു. അത് തുടച്ചു കളയാതെ ഞാൻ ഈ ക്യാമറ ഇട്ടിട്ട് പോയി വർക്ക് എടുത്തു. ഇവരിപ്പോ എനിക്ക് അവാർഡ് മേടിച്ച് തരുമല്ലോ ഈ തള്ള. ഇതെന്തോ സോക്കേടാണ് ഇവർക്ക്. വിട്ടേക്ക്.